പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ മീറ്റിംഗിലേക്ക് എല്ലാവരെയും ഷിക്കാഗോ പ്രയർ ലൈനിൻ്റെ ഈ പ്രഭാത സായാഹ്ന മീറ്റിംഗിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് തിരുവചനം നമ്മോട് സംസാരിക്കുന്നത് പാസ്റ്റർ KC കുര്യൻ ആൻഡമാൻസ്. കർത്താവിൻ്റെ ദാസന് പല പ്രാവശ്യവും നമ്മുടെ ഈ പ്രയർ ലൈനിൽ തിരുവചനം സംസാരിച്ചിട്ടുണ്ട്. 2010 ഞങ്ങൾ ഒരുമിച്ച് പരിചയപ്പെടുന്നതിന് ഇടയായത് ന്യൂയോർക്കിലുള്ളൊരു പാസ്റ്റേഴ്സ് കോൺഫറൻസിൽ സംബന്ധിക്കുമ്പോഴാണ്. കർത്താവിൻ്റെ ദാസനെ പരിചയപ്പെടുന്നതിനും ഞങ്ങൾ ഒരുമിച്ച് താമസിക്കുന്നതിനും ഒക്കെ മുഖാന്തരം ഉണ്ടായി. പിന്നീട് ഞങ്ങൾ ആ ബന്ധം അങ്ങ് നഷ്ടപ്പെട്ടു പോയി. പിന്നീട് ഈ പ്രയർ ലൈനൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് കർത്താവിൻ്റെ ദാസനുമായിട്ട് വീണ്ടും ബന്ധപ്പെടുന്നതിനും ഈ പ്രയർ ലൈനിൽ പതിവായിട്ട് തനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് സംബന്ധിക്കുകയും നേതൃത്വം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നല്ലോ. അതിൻ്റെ മനസ്സിൽ ചെയ്യുന്നതായിട്ടുള്ള ആ ചർച്ചിനെയും ആ പ്രവർത്തനങ്ങളെയും ഒക്കെ കർത്താവ് തുടർന്നും അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. കർത്താവിൻ്റെ ദാസന് തിരുവചനം സംസാരിക്കുമ്പോൾ കർത്താവെ നീ ഞങ്ങളോട് സംസാരിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആയിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അടുത്ത 30 മിനിറ്റ് കർത്താവിൻ്റെ ദാസന് ഉണ്ട്. താങ്ക് യു. കർത്താവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ ചിക്കാഗോ പ്രയർ ലൈനിൽ ഇപ്പോൾ സംബന്ധിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ, സഹോദരി സഹോദരന്മാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അഡ്മിനായിരിക്കുന്ന പാസ്റ്റർ ഹരീഷ് പാസ്റ്റർ 10-15 വർഷം മുൻപ് പരിചയപ്പെടാനിടയായി. നമ്മൾ ഇന്ന് വരെ ആ സ്നേഹബന്ധം ഇപ്പോഴൊന്നും ബന്ധപ്പെടാൻ പറ്റില്ല. ഇങ്ങനെ ഈ പ്രയർ ലൈനിലൂടെ പലപ്പോഴും പരിചയപ്പെടാനോ സ്നേഹം പുതുക്കുവാനും ദൈവവചനം ശുശ്രൂഷിപ്പാനും കൂട്ടായ്മ അനുഭവിപ്പാനും എനിക്ക് ഭാഗ്യം ദൈവം നൽകിയതിന് ഞാൻ നന്ദിയോട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ വചനചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വചനം വായിക്കാം, ദൈവം വായിക്കാം എന്ന പല വിഷയങ്ങൾക്കായി നമ്മൾ പ്രാർത്ഥിച്ചു. സുവിശേഷ വേലക്കാർക്ക് വേണ്ടി, സുവിശേഷത്തിന് വേണ്ടി, സുവിശേഷത്തിന് വ്യാപ്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു. നമുക്ക് പ്രാർത്ഥിപ്പാൻ ദൈവമാണ് ഈ അവകാശം തന്നിരിക്കുന്നത്. കാരണം നാം ദൈവത്തിന്റെ മക്കൾ. ഒരു കാലത്ത് നമ്മുടെ സ്ത്രീയെപ്പോലൊരു ബന്ധമില്ലാതെ വാക്തത്വങ്ങൾ നല്ലൊരു പ്രത്യാശയില്ലാത്തതുമായിരുന്നു ഞങ്ങള് നമ്മുടെ ദൈവ സ്നേഹിച്ചു മക്കളാക്കി, അവകാശികളാക്കി. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ കാണാൻ പറ്റുന്നുണ്ട് പാസ്റ്ററെ. ഓക്കെ. അപ്പോൾ ഈ അവകാശം വലിയൊരു അവകാശം ദൈവമക്കളെന്നുള്ളത്. അയാൾ ദൈവത്തിന്റെ മക്കളായിരിക്കും. നമുക്ക് ഏത് സമയത്തും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തില്ല. എൻ്റെ ജീവിതം ഞാൻ നിങ്ങൾ അറിയുന്നത് പോലെ 51 വർഷവും ഞാൻ ആൻഡമാൻസിലാണ്. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ യാത്രയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ പോകുന്ന വഴി ഇത്രയും കാലം 1974 മുതൽ ആൻഡമാൻസ് നിക്കോബാർ ദ്വീപുകൾ അത് ഇന്ത്യയുടെ ഭാഗമാണ്. എങ്കിലും ഇന്ത്യയിൽ നിന്ന് വളരെ ദൂരെയാണ്. ഏകദേശം ഞങ്ങൾ ആഴപ്പകാലത്തൊക്കെ യാത്ര ചെയ്തിരുന്നത് 6 പകലും 5 രാത്രിയും യാത്ര ചെയ്താണ്. അവിടെ കപ്പലച്ചിയിൽ നിന്ന് മദ്രാസിൽ നിന്ന് പോവാം, കൽക്കട്ടയിൽ നിന്ന് പോവാം. ഞങ്ങൾ മദ്രാസിൽ നിന്നാ പോകും. അപ്പോൾ അങ്ങനെ യാത്ര ചെയ്ത് പോയി കർത്താവിന് വേല ചെയ്യണം എന്ന് എങ്ങനെ ആരെന്നെ അവിടെ അയച്ചു? ദൈവം അയച്ചു. ഞാൻ മനസ്സോടെ അറിഞ്ഞു കേട്ടുമൊന്നും പോയത്. പോകാൻ അവസരം ഉണ്ടായി. അവിടുത്തെ ദൈവം എന്നോട് പറഞ്ഞു, നിന്റെ ഭാവി ശുശ്രൂഷ ദ്വീപുകളിലാണ്. ഞാൻ ആ ദ്വീപുകളിൽ പോയി കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് ദൈവം ഭാഗ്യം നിന്നു. അവിടെ 26 ഭാഷക്കാരാണ്. പൊതുഭാഷ ഹിന്ദിയാണ്. അതുകൊണ്ട് എനിക്കധികം ഭാഷയൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ നമ്മളെ അയക്കുന്ന കർത്താവ് നമ്മളോട് കൂടെ, ആ കർത്താവ് നമ്മളോട് കൂടെ ഇരുന്ന് സഹായിക്കും. നമ്മുടെ ആവശ്യങ്ങളിലൊക്കെ ദൈവം താങ്ങുന്ന കർത്താവ്. ഞാൻ ഇന്നൊരു അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് അപ്പസ്തോല പ്രവൃത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 11-ാമത്തെ വാക്യം വായിക്കാൻ ആഗ്രഹിക്കുക. അത് സമയം ചുരുക്കമാണ്. ഞാൻ പറഞ്ഞു സാക്ഷിയൊക്കെ പറഞ്ഞു ഒത്തിരി സമയമെടുക്കും. ഒരു സാക്ഷി നിങ്ങൾക്ക് മനസ്സിലാകത്തക്കുന്നതിൽ പറയണമെങ്കിൽ വളരെ സമയമെടുക്കും. ഇടയ്ക്കൊക്കെ ഞാനിങ്ങനെ ഓർമ്മിപ്പിക്കാം. അപ്പസ്തോല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നു: ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? അപ്പോൾ ഗലീല പുരുഷന്മാരോട് ഒരു ചോദ്യമാണ്. നിങ്ങളെ വിട്ട് സ്വർഗാരോട് ചെയ്ത യേശുവിന് സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവ്
ഏറ്റവും ആസന്നമായിരിക്കുന്നു, വരുന്നു വരുന്നു എന്ന് വർഷങ്ങളായിട്ട് പറയുന്നു. ഇന്ന് നമ്മളത് പറയുന്നു, നമ്മളത് വിശ്വസിക്കുന്നു. നമ്മുടെ തലമുറയിൽ തന്നെ വരാം. ഒന്നിലേലും നമ്മൾ പേടിക്കേണ്ട. നമ്മുടെ നമ്മുടെ വിശ്വാസം വ്യർത്ഥമല്ല. ദൈവം തന്നിൽ ആശ്രയിക്കുന്ന നമ്മുടെ തലമുറ തീരുമ്പോൾ ദൈവം നമ്മളെ എടുത്ത് മാറ്റി ക്രിസ്തുവിനോട് ചേർന്നിരിക്കും. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ വായിക്കുന്നത് ഗലീല പുരുഷന്മാരെ വിളിച്ച് പറയും. ഞാനിന്ന് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് സുവിശേഷം വരുത്തുന്ന രൂപാന്തരം. ഒത്തിരി സംഭവങ്ങൾ നമുക്കറിയാം, ഒത്തിരി പേർ നമ്മുടെയൊക്കെ ജീവിതാനുഭവങ്ങൾ നമുക്ക് വ്യത്യാസം അറിയാം. പിന്നെ അനേകം മിഷണറിമാരുടെ ജീവചരിത്രം നമുക്കറിയാം. ഞാനിന്ന് ഗലീലയെ കുറിച്ച് ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാൻ പോവുകയാണ്. അതായത് ഗലീല പുരുഷന്മാര് യേശുക്രിസ്തുവിനെ സ്വർഗാരോഹണം ചെയ്യുന്നവരായി കാണുവാനും യേശുവിനെ യാത്ര അയക്കുവാനുമായിട്ടും വന്നു. പക്ഷെങ്കിൽ പിന്നെ അതുപോലെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആദ്യം ചെയ്ത അത്ഭുതവും ഗലീല. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും ഗലീലിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു, 3-ാം നാൾ. അവിടെ യേശുവിനെ ശിഷ്യന്മാരെയും വിളിച്ചിരുന്നു എന്ന് വായിക്കുന്നു. അവിടുത്തെ വീഞ്ഞ് കുറവായപ്പോൾ യേശു അവർക്ക് വീഞ്ഞുണ്ടാക്കി കൊടുത്തു എന്ന് വായിക്കുന്നു. ഈ ചരിത്രമൊക്കെ നമുക്ക് ഗലീലയെ കുറിച്ച് ധാരാളം ചരിത്രം വായിക്കാം, അറിയാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം, ഈ ഗലീല എന്ന് പറയുന്ന പട്ടണം ഒരു ശപിക്കപ്പെട്ട പട്ടണം. ഒരു പട്ടണമല്ല, പല പട്ടണങ്ങൾ ചേർന്നതാണ് ഈ സ്ഥലം. 1 രാജാക്കന്മാരുടെ പുസ്തകം 9-ാം അധ്യായത്തില് ഇങ്ങനെ വായിക്കുന്നു. ദാവീദിന്റെ പുത്രനായ ശലോമോൻ ദൈവത്തിന് ഒരു ആലയം പണിയാൻ ആഗ്രഹിച്ചു. അപ്പൊ ആലയം വെട്ടുക, ആലയത്തിന് പണിയണമെങ്കിൽ തടി വേണം, അതിന് വേണ്ട ക്രമീകരണങ്ങളൊക്കെ വേണം. അപ്പോൾ ഈ ശലോമോൻ എന്ത് ചെയ്തു? ഹീരാം എന്ന് പറഞ്ഞ ഒരു രാജാവിനെ കോണ്ടാക്ട് ചെയ്തു. അതിൽ 1 രാജാക്കന്മാരുടെ 9-ാം അധ്യായത്തില് അതായത് ശലോമോന്റെ 10-ാം വാക്യം മുതൽ നമ്മൾ വായിക്കുമ്പോൾ സോൾ രാജാവായ ഹീരാമിനെ കോണ്ടാക്ട് ചെയ്തു. ഞാനൊരു ദേവാലയം പണിയാൻ ദൈവം എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. അതിന് പക്ഷെ ഞങ്ങൾക്ക് അവിടെ നല്ല തടിയില്ല, വെട്ടുകാർ കുറവാണ്. നീ എനിക്ക് തടി വെട്ടി എനിക്ക് എത്തിച്ചു തരണം. അതിന് പകരമായിട്ട് നിനക്ക് ഭക്ഷണ സാധനങ്ങൾ മറ്റൊക്കെ തന്നുകൊള്ളാം. അതൊക്കെ ചരിത്രമൊക്കെ അവിടെ വായിക്കുന്നുണ്ട്. നിങ്ങൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഓടിച്ചു പോവുകയാണ്. അപ്പോൾ ഹീരാം തടി വെട്ടി ചങ്ങാടം കെട്ടി വള്ളക്കയറിലൂടെ അത് ശലോമോൻ എത്തിച്ചു കൊടുത്തു. ശലോമോന്റെ ദേവാലയം പണി യഹോവ പറഞ്ഞതുപോലെ ആലയം പണി കഴിഞ്ഞപ്പോൾ ശലോമോൻ എന്ത് ചെയ്തു? ഹീരാമിനൊരു സമ്മാനം കൊടുത്തു. ആ കൊടുത്തത് എന്താണെന്നറിയാം? എത്ര? 20 പട്ടണം. അത് ഗലീലാദേശത്തുള്ള 20 പട്ടണം ഹീരാമിന് കൊടുത്തു. ഹീരാം അത് കാണാനായിട്ട് വന്നപ്പോഴ് ആ പട്ടണം ഹീരാമിന് ഇഷ്ടപ്പെട്ടു. അതായത് അവിടെ വായിക്കുന്നു, സ്വരാജ്യം കൊള്ളാം. അതിനിപ്പോ ഹീരാം അതിനൊരു പേരിട്ടു, കാബൂൾ ദേശം. ഇഷ്ടപ്പെടാത്തൊരു പട്ടണമാണ്. ഹീരാം ആരാന്നറിയാമോ? ഹീരാം വലിയ ധനികനാണ്. 45-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, 45-ാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, സോർ നിവാസികൾ അവര് വലിയ ധനവാന്മാരാണ്. അവർക്ക് രാജാക്കന്മാരുടെ ധനികനായ രാജാവാണ് ഹീരാം. ബുദ്ധിമാനായ രാജാവാണ് ശലോമോൻ. അപ്പോൾ ശലോമോനും അത് ശരിയാക്കാൻ പറ്റാത്ത ദേശം. അപ്പോഴാണ് ഗിഫ്റ്റ് കൊടുക്കട്ടെ, ഇരിക്കട്ടെ, അയാൾ നോക്കിക്കോളും, അയാൾ ധനികൻ, അയാൾക്ക് എന്തെങ്കിലുമൊക്കെ ഈ പട്ടണത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നോർത്തിട്ട് ആ പട്ടണം ബുദ്ധിമാനായ ശലോമോൻ, ജ്ഞാനികളുടെ ജ്ഞാനിയായ ശലോമോൻ, ധനികനായ രാജാവിന് ദാനം ചെയ്ത സ്ഥലമാണ് ഗലീലയോട് ചേർന്ന ചുറ്റുപാടുള്ള ദേശങ്ങളൊക്കെ. നമ്മൾ 45-ാം സങ്കീർത്തനം 12-ാം വാക്യത്തിൽ വായിക്കുന്നു, സോർ നിവാസികൾ ജനത്തിലെ ധനവാന്മാരാണ്. അത്ര ധനികനായ രാജാവിന്റെ കയ്യിൽ പറ്റും. പക്ഷേ രാജാവ് എനിക്കൊന്നും വേണ്ട, ചുമ്മാ കാബൂൾ ദേശം, അതായത് അതിനെ നിന്ദിച്ച് വിളിച്ച കാബൂൾ ദേശം. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷത്തെ നമ്മൾ വായിക്കുമ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ശുശ്രൂഷയ്ക്കായിട്ട് ഈ ഭൂമിയിലേക്ക് പാപികളെ രക്ഷിപ്പാൻ യേശു ലോകത്തിലേക്ക് വന്നു. അവൻ വന്ന് ആർക്കും വേണ്ടാത്തതായിട്ടുള്ള ജനങ്ങളുടെ നടുവിലും എല്ലാവരാലും തള്ളപ്പെട്ടവരെയും നിന്ദിക്കപ്പെട്ടവരുമായ ജനത്തിനിടയിൽ സുവിശേഷം അറിയിച്ചു. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ എന്തെന്നറിയാമോ? ഈ കാബൂൾ ദേശത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി, അതായത് ഗലീലയിൽ പ്രവർത്തിക്കാൻ തുടങ്ങി.
മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. അവർ പിന്നെ ഗലീലയിലെ എല്ലാ പള്ളികളിലും ഗലീലയിലുള്ള ദേശത്തൊക്കെയും പോയി സുവിശേഷം അറിയിച്ചു. എന്നാൽ മർക്കോസിന്റെ സുവിശേഷം 1-ന്റെ 35 നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നു. അത് എല്ലാ വാക്യങ്ങളും വായിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് പക്ഷെ ഇങ്ങനെ വായിക്കുന്നു. അതിന്റെ ഗലീല മർക്കോസിന്റെ സുവിശേഷത്തില് ഇതിന്റെ വാക്യം ഞാൻ നോക്കിട്ടെ. അധികാരത്തെ പ്രാർത്ഥിക്കുകയും ഇവിടെ 28-ാം വാക്യത്തിൽ അവന്റെ ശ്രുതി വേഗത്തിൽ ഗലീല നാടൊക്കെയും പരന്നു. യേശുക്രിസ്തു വന്നപ്പോൾ ഈ സ്ഥലത്തിന്റെ സ്ഥിതി എങ്ങനെയായിരുന്നു എന്ന് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യത്തില് ഇങ്ങനെ വായിക്കുന്നു. അല്ല 14-ാം വാക്യം മുതൽ ഇങ്ങനെ വായിക്കുന്നു. സെബുലൂൺ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാനക്കരയുള്ള നാടും ജാതികളുടെ ഗലീലയും ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് വായിക്കുന്നു. ഇത് യെശയ്യാ 9-ാം അധ്യായത്തിന്റെ 1-2 വാക്യത്തിൽ ഇത് തന്നെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ആ ദേശത്തിൻ്റെയൊക്കെ സ്ഥിതി ഇങ്ങനെയായിരുന്നു. ഇരുളിലിരുന്ന ജനം, ഒരു പ്രകാശവും ആർക്കും ഒരു പ്രയോജനമില്ലാത്ത ദേശം. ശലോമോൻ ജ്ഞാനിയായിരുന്ന ശലോമോൻ അതിനെ നന്നാക്കാൻ പറ്റിയില്ല. ധനികനായ ഹീരാമൻ ഇതിനെ നന്നാക്കാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ഒരു ദേശത്തെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്, ഇരുളിലിരുന്ന ഒരു ജനം ജനം വലിയൊരു വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു. ഈ ഇരുളിലിരിക്കുന്ന ഒരു ജനത്തിന്റെ നടുവിലേക്ക് യേശു സുവിശേഷവുമായിട്ട് താൻ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ചുറ്റി നടന്ന് സുവിശേഷം അവനവരുടെ പള്ളികളില് ചുറ്റി നടന്ന് വചനം പ്രസംഗിച്ചു എന്ന് ഈ മർക്കോസിന്റെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയുന്നു. അതിന്റെ 39-ാമത്തെ വാക്യം മർക്കോസിന്റെ സുവിശേഷം 1-39 വായിക്കുന്നു. അങ്ങനെ അവൻ ഗലീലയിലൊക്കെയും അവരുടെ പള്ളികളിൽ ചെന്ന് പ്രസംഗിക്കുകയും ഭൂതങ്ങളെ പുറത്താക്കുകയും ചെയ്തു. കുഷ്ഠരോഗികളെ സുഖമാക്കി. ഭൂതഗ്രസ്തന്മാരെ, ഇരുളിലിരിക്കുന്ന ജനം, പള്ളിയൊക്കെ ഉണ്ടായിരുന്ന യഹൂദന്മാരുടെ ആയിരിക്കാം. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ലോകത്തിൽ ആരാലും നന്നാക്കാൻ പറ്റാത്ത ആളുകൾ യേശു എന്ന് കണ്ടുപിടിച്ചു. ഒരു യേശുവിന്റെ ശുശ്രൂഷ ആരംഭിച്ചത് ഗലീലയില്ല. അവിടെ നിന്ന് അനേകർ, അത് പ്രവാചകൻ പോലും പറഞ്ഞിട്ടുണ്ട്, അത് ഇരുട്ടിലിരിക്കുന്ന ജനമാണ്. ലോകത്തിൽ ആർക്കും തന്നെ അതിനെ ശരിയാക്കാൻ പറ്റാത്ത ദേശമാണ്. ആ ദേശത്ത് ജനങ്ങളുടെ ഇടയിൽ യേശു സുവിശേഷം പ്രസംഗിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മളൊരു യേശുക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ വന്നതുകൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകം 1-ാം വാക്യത്തിൽ വായിക്കുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ദൈവം സൃഷ്ടിക്കുന്ന ആകാശവും ഭൂമി ഒരിക്കലും മോശം വരത്തില്ല. എന്നാൽ അതിൽ അടുത്ത ലൈൻ വായിക്കുന്നത് ഭൂമി പാഴായിരുന്നു. അതെ, എങ്ങനെ പാഴായത്? അത് യെരമ്യാ പ്രവചനത്തിൽ വായിക്കുന്നു, പിശാച് അതിനെ പാഴാക്കിയെന്ന്. ഇതെല്ലാം കൊടുത്ത് നമുക്ക് വായിക്കാൻ നേരം. പക്ഷെ ഒരു കാര്യം, ഇതേ നമ്മുടെ അവസ്ഥയായിരുന്നു. നമ്മൾ ജനിച്ചപ്പോൾ പാപികളായിട്ടാണ് ജനിച്ചത്. നാം ചെയ്ത പാപത്തിന്റെ ഫലമല്ല, ആദാമിന്റെ പാപത്തിന്റെ ഫലം. സങ്കീർത്തനത്തിന്റെ 51-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നു, ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അതെ, നമ്മുടെ പാപം ആരും പഠിപ്പിച്ചില്ല. നാം ചെയ്ത് പക്ഷെ പാപമായിട്ട് വന്നു. കള്ളം പറയാൻ ആരും നമ്മളെ പഠിപ്പിച്ചു? കള്ളം പറയാൻ തുടങ്ങി. വഴക്കുണ്ടാക്കരുതെന്ന് ആ മാതാപിതാക്കന്മാരും അധ്യാപകന്മാരും പഠിപ്പിച്ചു. പക്ഷെ നമ്മൾ വഴക്കുണ്ടാക്കുമായിരുന്നു. കാരണം പാപത്തിന്റെ ഫലം നമ്മൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ശൂന്യമായിരുന്ന ഭൂമിയെ ദൈവം എന്തിനാ ഫലവത്താക്കിയത്? വെളിച്ചം ഉണ്ടാക്കട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. വെളിച്ചം ഉണ്ടായി. അതെന്തിനാ? വചനമാണ്. ദൈവത്തിന്റെ വചനമാണ് ശൂന്യമായിരുന്ന ഭൂമിയെ പ്രകാശമാനമാക്കിയത്. ആയതുപോലെ ഫലം ഉണ്ടാകുന്ന വിത്തുകൾ ഉണ്ടാകട്ടെ, വൃക്ഷങ്ങൾ ഉണ്ടാകട്ടെ, മൃഗങ്ങൾ ഉണ്ടാകട്ടെ. ദൈവത്തിന്റെ വചനമാണ് രൂപാന്തരം വരുത്തുന്നത് നമ്മുടെ ജീവിതത്തിൽ. ഈ വചനം, അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 1:1 പറയുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, ആ വചനം യേശു ആയിരുന്നു,
അവൻ ദൈവത്തോടു കൂടെ ആയിരുന്നു. ആ യേശുവിന്റെ വചനം സുവിശേഷമാണ് നമ്മുടെ ശൂന്യാവസ്ഥയെ മാറ്റി നമ്മളെ ഇന്ന് സുവിശേഷം പ്രസംഗിക്കുന്നവരാക്കി. എന്നെ കേൾക്കുന്ന സകലരുടെയും ജീവിതം നമ്മൾ പുറകോട്ട് ചിന്തിച്ചു നോക്കി. യേശു വന്നില്ലായിരുന്നുവെങ്കിൽ നാം യേശു വന്നു. അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ ഇരിക്കുകയാണ്. അവർ യേശു എന്ന് പേരിടണം. യേശു എന്ന് പേരിട്ടു, പക്ഷെ അത് സ്വീകരിക്കണ്ട. ഓരോരുത്തർ യേശുവിനെ സ്വീകരിച്ചെങ്കിൽ മാത്രമേ ജീവിതത്തിൽ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാനുള്ള ഭാഗ്യം നമുക്ക് തന്നു. നമ്മുടെ ശൂന്യാവസ്ഥ കർത്താവ് മാറ്റി. അങ്ങനെ നമ്മൾ ദൈവമക്കളാക്കി തീർത്തു. അത് മുമ്പ് ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വേറൊരു വചനം എടുത്തുകൊണ്ടാണ് വന്നത്. അവിടെ നമ്മൾ പ്രാർത്ഥിച്ചപ്പോൾ സുവിശേഷ വേലക്കാർക്ക് വേണ്ടി, സുവിശേഷം പ്രസംഗിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചു. ആ പ്രാർത്ഥിക്കുന്നത് കേട്ടപ്പം പരിശുദ്ധാത്മാവിന് ഈ വചനത്തിനുള്ള പ്രേരണ തന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇന്ന് ഈ വചനം പ്രസംഗിക്കുന്നത്. ആകയാൽ എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഗലീല ഇതുപോലൊരു ശൂന്യ സ്ഥലമായിരുന്നു, ഒരു ശപിക്കപ്പെട്ട സ്ഥലമായിരുന്നു, ഇരുള് നിറഞ്ഞ സ്ഥലമായിരുന്നു. അവിടേക്ക് എന്ത് ചെയ്യുന്നു? യേശു വന്ന യേശുവിടെ ഗലീലയില് അതിന്റെ അത്ഭുതങ്ങളുടെ ആരംഭമായി എന്ത് ചെയ്തു? ഗലീലയില് വന്ന കനാവില് കല്യാണത്തിന് ചെന്നപ്പോൾ അവരുടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ അവരുടെ വീഞ്ഞിന് വെള്ളം കോരി കൊടുക്കാൻ പറഞ്ഞു. അതൊക്കെ നമുക്കറിയാവുന്ന ചരിത്രം തന്നെയാണ്. അപ്പോഴത് രുചികരമായ വീഞ്ഞ്, ശ്രേഷ്ഠകരമായ വീഞ്ഞ് യേശുക്രിസ്തു ഒരു വ്യക്തിയിൽ വന്നാൽ, ഒരു പദാർത്ഥത്തിൽ വന്നാൽ അത് രൂപാന്തരപ്പെടും. നമ്മുടെ ജീവിതത്തിൽ നാം ഇന്ന് അനുഭവിക്കുന്ന നന്മയ്ക്കൊക്കെ കാരണം ഈ സുവിശേഷം നാം വിശ്വസിച്ചത് കൊണ്ടാണ്. അതിന് മുൻപത്തെ അവസ്ഥ സെബുലൂൺ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലെ ജോർദാനക്കരയുള്ള നാടും ജാതിയുടെ ഗലീല ഇങ്ങനെ ഇരുട്ടിൽ ഇരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. അതെ, വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ദൈവം നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം തന്നു. എൻ്റെ 13-ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെടുവാൻ ദൈവം ഭാഗ്യം തന്നു. എൻ്റെ 19-ാമത്തെ വയസ്സിൽ കർത്താവിന്റെ സുവിശേഷവുമായിട്ട് മലബാറിലേക്ക് പോകാനിടയായി. അങ്ങനെ ആ മലബാർ എന്ന അക്കാലത്ത് 1968 കാര്യമാണ്. 68 മലബാറൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെ ദൈവസഭയൊക്കെ വളരെ ചുരുക്കമേ ഉള്ളൂ. എങ്കിലും എൻ്റെ ശുശ്രൂഷ ഇന്ത്യ എവരിഹോ ക്രൂസൈഡ് എന്നൊരു സംഘടനയോട് ചേർന്നാണ് തുടങ്ങിയത്. അവരെന്താ വീട് കയറി സുവിശേഷം പറയണം. ഒരു വീട് വിടാൻ പാടില്ല. പഞ്ചായത്തിൽ നിന്ന് എടുക്കുന്ന മാപ്പും ലിസ്റ്റും വെച്ച് ഞങ്ങൾ ഒരു വീടും വിടാതെ 2 സഹോദരന്മാര് ഓരോ വീടുകളിൽ കയറി ഞങ്ങൾ 6 പേരുള്ള ഒരു ടീമാണ് ഉള്ളത്. രാവിലെ 8-9 മണിക്ക് നമ്മുടെ വണ്ടിയുടെ സമയം അനുസരിച്ച് പോകുന്ന ബസ്സിന് സൗകര്യം അനുസരിച്ച് 2-2ആയിട്ട് പോയിട്ട് ഓരോ വീടുകളിലും കയറി യേശുവിനെ സുവിശേഷം പറയണം. അത് ഹിന്ദുവിന്റെ വീടാവാം, മുസ്ലിമിന്റെ വീടാവാം, ഹോവാസാറ്റുകാരന്റെ വീടാകാം, ദൈവം ഇല്ലെന്ന് പറയുന്നതിന്റെ വീടാകാം, ആരുടെയും ആകട്ടെ ഒരു വീടും വിടാൻ പാടില്ല. അവിടെ കയറി ചെല്ലുമ്പോൾ അവർക്ക് പോസ്റ്റ്മേൻ വന്ന് നടന്നവർക്കും മറ്റു പലത് നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട്. പക്ഷെ പെട്ടെന്ന് നമ്മുടെ യേശു എന്നൊരു മുഖഭാവം മാറും. പക്ഷേ ഞങ്ങൾ സ്നേഹത്തോടെ അവരുടെ യേശുവിനെ കുറിച്ച് പറയുകയും സാക്ഷിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ കൊടുത്തിട്ട് പോരും. തുടർന്ന് അവർക്ക് താല്പര്യമുള്ളവർക്ക് അത് വായിച്ചിട്ട് പഠിക്കാനുള്ള അഡ്രസ്സൊക്കെ അവർക്ക് അങ്ങനെ പിന്നത്തെ ഫോളോ അപ്പ് വർക്കാം. ഞാൻ പറഞ്ഞത് ഈ സുവിശേഷവുമായിട്ട് 6 വർഷം ഞാൻ മലബാറിന്റെ പ്രദേശത്തും ആന്ധ്രയിലും തമിഴ്നാട്ടിലുമായിട്ട് പ്രവർത്തിപ്പാനിടയായി. ഞാൻ പറഞ്ഞത് ഞാൻ പോയ പലയിടങ്ങളിൽ ആളുകൾ രക്ഷിക്കപ്പെടുന്നത് കാണാനിടയായി. പിൽക്കാലത്ത് അന്വേഷിച്ച് അവരുടെയൊക്കെ ജീവിതം അഭിവൃദ്ധിപ്പെട്ടു. ഒരു പ്രയോജനവുമില്ലായിരുന്ന അനേകരെ കർത്താവിന്റെ കീഴിലേക്ക് കൊണ്ടുവരുവാൻ അത് ഞാനല്ല, ഞാൻ വചനം പ്രസംഗിച്ചതേ ഉള്ളൂ. അല്ലെങ്കിൽ ഞങ്ങളുടെ ടീം വചനം പ്രസംഗിച്ചതേ ഉള്ളൂ. ഞങ്ങൾ ഒരു വീട്ടിൽ ചെന്ന ഒരു ഏറിയ ഞാനല്ല ഞങ്ങളുടെ ടീമിൽ ആരോ സംഭവിച്ച കാര്യം ഞാൻ പറയും. ഒരു വീട്ടിൽ ചെന്ന് കഥയെ മുട്ടിയിട്ട് ആരുമില്ല. 2-3 പ്രാവശ്യം മുട്ടിയിട്ട് ആരുമില്ലഞ്ഞതിന് ഈ ഒരു ട്രാക്ട് അതിന്റെ കഥകിന്റെ പാളിക്കകത്തോട്ട് വെച്ചിട്ടേക്ക് പോരുന്നു. ആ ട്രാക്ടിന്റെ പേര് നീ സന്തോഷമുള്ളവൻ, 1-ാം ക്വസ്റ്റ്യൻ. അത് വെച്ചിട്ടേക്ക് പോരുന്നു. അപ്പോൾ ഇതിന്റെ അകത്തൊരു മനുഷ്യൻ നിരാശയോട് ആത്മഹത്യ ചെയ്യാൻ സ്റ്റൂളിൽ കയറി നിൽക്കുക, കയറും പിടിച്ചോണ്ട്. ഇപ്പോഴേ കഥയെ മുട്ടുന്ന ശബ്ദം കേട്ടു. അദ്ദേഹം മുട്ടൽ കേട്ട പെട്ടെന്ന് കയറൊക്കെ വിട്ടിട്ട് ചെന്ന് കഥക് തുറക്കാൻ വന്നപ്പോഴത്തേക്ക് അവിടെ ആരുമില്ല. ഇതാരാടെ ഇപ്പൊ വന്ന് ഈ കഥയെ മുട്ടുന്ന ആളാണ്. താന് ചെന്ന് കഥക് തുറന്ന് കഥകളിന്റെ ഇടയ്ക്ക് വന്നൊരു 2 ട്രാക്ട് താഴോട്ട്. അതിന്റെ പേര് നീ സന്തോഷമുള്ളവർ. അയാളോട് ആ ചോദ്യം, നീ എനിക്ക് സന്തോഷമുണ്ടാകുന്ന ഞാനിങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോകത്തില്ലല്ലോ. അദ്ദേഹം അത് വായിച്ചു, ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടു. വചനം അവര് തുറന്ന് കറസ്പോണ്ടൻസ് കോഴ്സ് പഠിച്ച്
രക്ഷിക്കപ്പെട്ടു കർത്താവിനെ വേല ചെയ്യാൻ അദ്ദേഹത്തിനെ ദൈവം പ്രാപ്തനാക്കി. എന്തുകൊണ്ടാണ്? ഈ സുവിശേഷം സകല ജാതികളും നമ്മൾ പ്രസംഗിക്കണം. ഇപ്പോഴെന്തുണ്ടാവും? സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ദൈവം പ്രവർത്തിച്ചോളൂ അതിലൂടെ. കാരണം ദൈവത്തിന്റെ വചനം ജീവന്റെ വചനം. നമ്മുടെ ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ യേശുക്രിസ്തു ഗരസേന്യ എന്ന് പറഞ്ഞ ഒരു ദേശത്തേക്ക് ചെല്ലുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് അനവധി സംഭവങ്ങൾ കാണുന്നുണ്ട്. അതിലൊരു കാര്യം ഞാൻ പെട്ടെന്ന് ഓർപ്പിക്കാം. സമയത്തിന്റെ പരിമിതി ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് 26-ാം വാക്യത്തില് ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തില് അവൻ ഗലീലയ്ക്ക് നേരെയുള്ള ഗരസേന്യ ദേശത്ത് ചെന്നെത്തി. അവിടെ യേശുക്രിസ്തു ഒരു വ്യക്തിയെ അന്വേഷിച്ച് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് യേശുവിനെ ശിഷ്യന്മാരെയും ആ വള്ളത്തെ കൂടെ മുക്കാനായിട്ട് പിശാച് പ്രവർത്തിച്ചു. യേശുക്രിസ്തു പോകുന്ന ഒരു ലക്ഷ്യത്തോടെയാ ഓടി നടന്ന് സുവിശേഷം അറിയിക്കുക. ഗലീലയിലെ പള്ളികൾ അറിയിക്കുന്നു, ഗ്രാമങ്ങൾ അറിയിക്കുന്നു. ഇതാ ഗരസേന്യ ദേശത്തേക്ക് പോവാ. അവിടെ ഒരു മനുഷ്യനെ കാണുന്നു. അപ്പോൾ ഇരുളിലിരിക്കുന്ന മനുഷ്യരാ, മരണത്തിന്റെ താഴ്വരയിരിക്കുന്ന മനുഷ്യരാ. അവരെ രക്ഷിക്കപ്പെടേണ്ട യേശു ഓടി നടക്കുക. സഹോദരത്തിൽ നമുക്ക് ഈ ഒരു ഒരു ഹൃദയത്തിന് ഒരു എരിവുണ്ടാവും. നമ്മളൊക്കെ പലപ്പോഴും സുഖമായിട്ടുള്ള സ്ഥലങ്ങളിൽ വസിക്കുന്നവരായിരിക്കാം. നമ്മുടെ സുവിശേഷത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നല്ല കാര്യമാണ്. യേശുക്രിസ്തു പറഞ്ഞു, യേശു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു, പക്ഷേ പകലെല്ലാം അധ്വാനിച്ചു. നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ്, വേണമെന്ന് ഞാൻ പറയുന്നത്. ഞാൻ എല്ലാ ദിവസവും 4:30 എഴുന്നേൽക്കുന്ന ആളാണ്. ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എൻ്റെ ആയുഷ്കാലം, എനിക്കിപ്പോൾ വയസ്സ് 77ആയി. എൻ്റെ ആയുഷ്കാലത്തിൽ ദീർഘകാലം 57 വർഷത്തോളം ഞാൻ കർത്താവിന്റെ വചനം വ്യക്തിപരമായ ആളുകളോട് എത്തിക്കുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടം. കാരണം അവരത് കേൾക്കും, അല്ലാതെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, ഇവിടെ യേശു ഗരസേന്യ ദേശത്ത് ചെല്ലുമ്പോൾ ഒരു മനുഷ്യന് എങ്ങനെയാണെന്ന് അറിയാമോ? ഭൂതങ്ങൾ ബാധിച്ചൊരു മനുഷ്യൻ പട്ടണത്തിൽ നിന്ന് എതിരെ വന്നു. അവൻ ബഹുകാലമായി വസ്ത്രം ധരിക്കാതെയും വീട്ടിൽ പാർക്കാതെയും ശവക്കല്ലറകളിൽ പാർത്തുകൊണ്ടിരുന്നു. നമ്മുടെ കുടുംബത്തിൽ ഒരാളിങ്ങനെ ഉണ്ടെങ്കിൽ അപ്പൊ നമ്മുടെ കുടുംബക്കാരാണെന്ന് നമ്മൾ പറയുമോ? ഇല്ല. അപ്പൊ ഈ വീട്ടുകാരുടെ ദുഃഖം ഒന്ന് മനസ്സിലാക്കി അവനെ തേടി യേശു ചെന്നത്. യേശു ഇവിടെ ചെന്നിട്ട് യേശുവിനെ അവൻ ഇച്ചിരി കടുപ്പാൻ പറയാ, യേശു എനിക്ക് നിനക്കും തമ്മില്ല. അവനൊരു ബോധവുമില്ലെന്നർത്ഥം. അവൻ നഗ്നനാണ്, കുളിക്കത്തില്ല, നനയ്ക്കത്തില്ല. അവൻ കല്ലുകൊണ്ട് ഇടിച്ച് മുറിവേൽപ്പിക്കുന്ന വ്യക്തിയാണ്. ആ സുബോധമുള്ള ആരെങ്കിലും ഒന്ന് സ്വന്തം കൈ മുറിക്കുമോ? സ്വന്തം കയ്യിൽ ഇടിക്കുമോ? സ്വന്തം ശരീരത്തിൽ കല്ലുകൊണ്ട് ഇടിക്കുമോ? അവന്റെ വീട്ടുകാർ പലപ്പോഴും അവനെ ബന്ധിച്ച് വീട്ടിലാക്കാനായിട്ട് ശ്രമിച്ചു. എന്നാലും എല്ലാം ചങ്ങല പൊട്ടിച്ചുകൊണ്ട് കൂടുന്ന കല്ലറയല്ലോ. കാരണം ഭൂതങ്ങൾ ബാധിച്ചവല്ല. ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്നു എത്രയോ നിയമങ്ങളാ. എല്ലാ സഭയ്ക്കും നിയമങ്ങളും, എല്ലാ സമുദായത്തിനും നിയമങ്ങൾ, എല്ലാ മതത്തിനും നിയമങ്ങൾ, ഗവൺമെന്റിന്റെ നിയമങ്ങൾ, എന്തെല്ലാം നിയമങ്ങളുണ്ട്. ഒരുത്തരം നന്നാക്കാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല. എന്നാൽ സുവിശേഷം ചെല്ലുമ്പോൾ അത് രൂപാന്തരപ്പെടുത്തും. ഇതാ ഈ നിയമങ്ങൾക്കൊന്നും ബാധ്യത, എല്ലാ ചങ്ങലയും പൊട്ടിച്ചുകൊണ്ട് കൂടി പോകുന്ന തലമുറയായി ഇന്നുള്ളത്. കുടിക്കരുതും മയക്കമരുന്നും ഒക്കെ ഇഷ്ടം പോലെ അടിച്ച് ചെറിയ നടക്കുക. ക്രിസ്ത്യാനികളുടെ പിള്ളേർ പോലും ഇരിക്കുന്നത്. കാരണം എന്താ? നിയമങ്ങൾക്ക് ഒരു മനുഷ്യൻ രൂപാന്തരപ്പെടുത്താൻ പറ്റത്തില്ല. അവനെ 50 വർഷം ജയിലിലിടാം, അവൻ ഇറങ്ങും, പിന്നെ പഴയതിനേക്കാൾ അധികം ചെയ്യും. എന്നാൽ സുവിശേഷം അങ്ങോട്ട് ചെന്നാൽ രൂപാന്തരം ഉണ്ടാവും. ഇവിടെ വായിക്കുന്നത്, യേശു അവനെ സൗഖ്യമാക്കി, അവനുള്ള ഭൂതത്തെ ശാസിച്ചു, ഭൂതം അവനെ വിട്ടുപോയി. അവൻ എന്താ വായിക്കുന്നറിയാമോ? ദീർഘമായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. അതിൽ 35-ാമത്തെ വാക്യത്തില് സംഭവിച്ചത് കാണുവാൻ പുറപ്പെട്ടു. യേശുവിന്റെ അടുക്കൽ വന്നു. ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ച് സുബോധം പൂണ്ട് യേശുവിന്റെ കാലത്തിലിരിക്കുന്നു. കണ്ട സ്ഥിതിമാണ്. യേശുവിന്റെ സുവിശേഷം വന്നപ്പോഴേക്ക് തുണിയോട് വീട്ടുകാരെല്ലാം കൂടെ തുണി കൊടുക്കാൻ പറ്റുന്നില്ല. ചങ്ങലെ ബന്ധിച്ചിട്ട് ചങ്ങല പൊട്ടിച്ചോണ്ട് പോകുന്നു. കല്ലുകൊണ്ട് ശരീരം മുറിവേൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ പാർക്കത്തില്ല, കാട്ടിൽ കല്ലറയിലെ പാർക്കത്തുള്ളൂ. ഭക്ഷണം കഴിക്കത്തില്ല, കുളിക്കത്തില്ല, ദുർഗത്തുള്ളൂ. യേശുവിന്റെ അടുക്ക ചെന്നിട്ട് അവനുള്ള ഭൂതത്തെ യേശു ശ്വാസിച്ചു. ഭൂതങ്ങൾ പന്നിയിലേക്ക് പ്രവേശിച്ചു. അതുങ്ങൾ ചത്തുപോയി. നാട്ടുകാർക്ക് അത് നഷ്ടമായി. അവർ യേശുവിനെ ഓടിക്കാൻ നോക്കി. നാളെ യേശു ഇവിടുന്ന് പോകണം. യേശുവിനെ നിർബന്ധിച്ച് യേശു പോകാൻ തുടങ്ങിയ ഉടനെ ഈ ഭൂതങ്ങൾ മുൻപ് ബാധിച്ചിരുന്ന മനുഷ്യൻ
ഇപ്പൊ സുബോധം കൊണ്ടിരിക്കുന്നത് നാട്ടുകാർ കണ്ടു. നാട്ടുകാർക്ക് അതൊന്നും പ്രശ്നമല്ല, ഒരുത്തം നന്നാകുമ്പോഴാണ് പ്രശ്നം. അവൻ കുടിച്ചു കിടന്നാൽ പ്രാർത്ഥിക്കാൻ വരും, കുര്യൻ പാസ്റ്ററെ പ്രാർത്ഥിക്കണം, എൻ്റെ അച്ഛൻ ഇങ്ങനെ കുടിച്ച് നന്നായി കഴിഞ്ഞാൽ പിന്നെ മക്കൾ കാണത്തില്ല, അപ്പൻ കാണും. അവരവരുടെ വഴിക്ക് അങ്ങ് പോകും. പിന്നെ എന്ത് ചെയ്യും, എവിടെ പോയി? അതേ, അത് അങ്ങനെ അച്ഛൻ. ഇപ്പൊ അച്ഛൻ നന്നായിട്ട് പള്ളിയിൽ വരത്തില്ല, പ്രാർത്ഥനയ്ക്ക് വരത്തില്ല, അച്ഛനെ വിളിച്ചിട്ട് മക്കൾ വേറെ വഴിക്കും. ഇങ്ങനെ ഒത്തിരി പോരാട്ടങ്ങളൊക്കെ നമ്മൾ വേറെ സഹിക്കുന്നു, അത് വേറെ കാര്യം. എന്നാൽ ഈ മനുഷ്യൻ യേശുവിന്റെ കാൽക്കൽ ഇരുന്ന് പഠിക്കുന്നു. നാട്ടുകാർ വന്നപ്പോൾ, എടാ ഇത് പഴയ ഇന്നാരല്ലേ, എക്സല്ലേ ഇരിക്കുന്നേ, അവൻ യേശുവിന്റെ കാൽക്കൽ നിന്ന് പഠിക്കുന്നു. അപ്പോൾ യേശുവിനോട് നാട്ടുകാർ പറഞ്ഞു ദേശം വിട്ട് പോകണം. അവൻ ദേശം വിട്ട് പോകാൻ യേശു തുടങ്ങിയപ്പം ഈ ഭൂതഗ്രസ്തനായ മനുഷ്യൻ ചോദിക്കുക, താവേ ഞാൻ നിന്നോട് കൂടെ പോരട്ടെ? വേണ്ട. അപ്പൊ യേശു എന്താ പറഞ്ഞെന്നറിയാമോ? 8:39 വാക്യം. അതിന് അവൻ, നീ വീട്ടിൽ മടങ്ങി ചെന്ന് ദൈവം നിനക്ക് ചെയ്തതൊക്കെയും അറിയിക്ക. അവൻ പോയി പോയി തനിക്ക് ചെയ്തതൊക്കെയും പട്ടണത്തിൽ എല്ലായിടവും അറിയിച്ചു. ഇതാ സുവിശേഷകൻ. യേശു പറഞ്ഞു, നീ വീട്ടിൽ പോയി അറിയിക്കുക. വീട്ടിൽ മാത്രം 4 പേരോ 10 പേരോ ഉണ്ടെങ്കിൽ 10 പേരുണ്ട്, 10 പേരോട് പറഞ്ഞാൽ മതിയല്ലോ. അല്ല, ഇവൻ ചെല്ലുന്നത് കാണുമ്പോൾ തന്നെ വീട്ടുകാരൊക്കെ ഇവനിപ്പോ തുണിയൊക്കെ കൊടുത്തോളൂ. ഇവനാരാ? അതാ ജീവിതത്തിലെ വ്യത്യാസം. അവൻ സുബോധം പ്രാപിച്ച് അവൻ യേശുവിനെ അറിഞ്ഞ് യേശുവിൻ്റെ രൂപാന്തരം അവൻ പ്രാപിച്ചിട്ട് വീട്ടിലോട്ട് ചെല്ലുമ്പോൾ നാട്ടുകാർ പറയുവൻ യേശുവിനോട് കൊണ്ടുള്ളവൻ. അവൻ പട്ടണം മുഴുവൻ അറിയിച്ചു. ഇപ്പൊ കേന്ദ്രദേശത്തെ മിഷണറി ആരാ? മുൻപ് ഭൂതം ബാധിച്ചിരുന്ന മനുഷ്യൻ. അതാ യേശു ക്രിസ്തു വന്നു. ഗലീല മാനസാന്തരപ്പെടാൻ തുടങ്ങി. പള്ളികളിൽ നമ്മളുടെ ദേശത്തോട് നമുക്കൊരു കടപ്പാടുണ്ട്, നമ്മുടെ രാജ്യത്തോട് കടപ്പാടുണ്ട്. നമുക്ക് പകലുള്ളിടത്തോളം, നമുക്ക് ആരോഗ്യമുള്ള കാലത്തോളം നമ്മൾ പോയി ചെയ്യണം. ഞാൻ ഒറ്റയ്ക്ക് മലബാറിലെ പല പ്രാവശ്യം, മലപ്പുറത്ത്, പെരിന്തൽമണ്ണ, അങ്ങാടി പലയിടത്ത് ഞാൻ ഒറ്റയ്ക്ക് പരസ്യവും നടത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഉള്ളവർക്ക് പേടിയാ, മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞു. എനിക്ക് നടത്തിയില്ല പേടി. ഞാൻ അന്നും ചെയ്യും ഇന്നും ചെയ്യും. അപ്പൊ പിന്നെ പഴയതുപോലുള്ള ആരോഗ്യമില്ല. അവിടെ ദൈവകൃപയാൽ ആൻഡമാൻസിൽ ഞങ്ങളുടെ ദൈവസഭയെ ദൈവം അവിടെ ആക്കി. ദൈവം എന്നോട് ഹിന്ദിക്കാരടിയിൽ ആദ്യമായിട്ട് അവിടെ വേല ആരംഭിച്ചു. എല്ലാ വർഷവും ഡിസംബർ മാസം ഗവൺമെന്റിൽ നിന്ന് പെർമിഷൻ എടുത്തിട്ട് ഒരു 70, 80, 90 ഇടത്ത് മിനി ക്രൂസൈഡും പരസ്യങ്ങളും നടത്തിക്കൊണ്ട് സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാത്തപ്പൊക്കെ വീടുകളിൽ കയറി അല്ലാത്ത ഞാൻ പറഞ്ഞ എൻ്റെ സമയം തീരാറായത് അവിടെ നിർത്തുക. ഗിരിയിൽ ഒരു കൂട്ടം ജനങ്ങൾ, യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം ആരാ? എവിടുത്തുകാരാ? ഇവർ ഗലീലക്കാരല്ലയോ? ഇവരെവിടുന്ന് ഈ പല പല ഭാഷ പഠിച്ചത്? യേശു വന്ന രൂപാന്തരം ഉണ്ടാകും. അവർ 18 ഭാഷക്കാർ ഓടി വന്നിട്ട് പരിശുദ്ധാത്മാവ് വന്ന കാലത്ത് ഞാൻ പറയുന്നത്, പരിശുദ്ധാത്മാവ് വന്നത് ശരിമില്ല. അപ്പോൾ പല രാജ്യങ്ങളിൽ നിന്ന് വന്നവര് ഈ ശബ്ദം കേട്ട കൂടി വന്നിട്ട് അവര് പറയാം, ഇവർ ഗലീലക്കാരല്ലയോ? എടാ ശലോമോൻ, ഞാൻ ഈ ശലോമോൻ രൂപാന്തരപ്പെടുത്താൻ പറ്റാതിരുന്ന രാജ്യത്തെ ജനങ്ങളായവര്, ധനികനായ ഹീരാമൻ ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നസറേയനായ യേശു വന്ന് രാജ്യത്തെ രൂപാന്തരപ്പെടുത്തി, ദേശത്തെ രൂപാന്തരപ്പെടുത്തി, ഇന്ന് ലോകത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന യേശുവിന്റെ സുവിശേഷമാണ്. ആ സുവിശേഷം വിശ്വസിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. ഇവിടെ വായിക്കുന്നു, ഇപ്പൊ യേശു സ്വർഗാരോഹണം ചെയ്യുവാനായിട്ട് ഒരു മലയിലേക്ക് പോകുമ്പോൾ ഒരു കൂട്ടം ജനങ്ങൾ യേശുവിന്റെ അടുക്കിലേക്ക് കൂടെ ചെല്ലുകയാണ്. അവര് സ്വർഗത്തിലേക്ക് നോക്കി നിൽക്കുക. അപ്പൊ സ്വർഗത്തിലെ ദൂതൻ അവരെ വിളിക്കുക, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ഗലീലയിൽ നിന്ന് വന്നവരാ. പബ്ലിക്ക് പറയുന്ന ഇവർ ഗലീലക്കാരല്ലയോ? ഇവിടെ അത് ഹീരാമ കണ്ടപ്പോ ഇവ കാബൂൾ ദേശം. ഇപ്പൊ അവരെ രൂപാന്തരപ്പെടുത്തി അവർ യേശുവിന്റെ പുനരുത്ഥാനത്തിനും സ്വർഗാരോഹണത്തിനും സാക്ഷികളായതുപോലെ നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം, അധ്വാനിക്കാം. നമ്മുടെ ദേശത്തുനിന്ന്, ശപിക്കപ്പെട്ട ദേശത്തുനിന്ന് കുറെ ആളുകൾ യേശുവിന് മടങ്ങി വരവിനായിട്ട് നമുക്ക് അവർ കൊടുക്കാം. അതിന് സുവിശേഷം പ്രസംഗിപ്പാൻ ദൈവം നമുക്ക് എല്ലാവർക്കും അവസരം തരട്ടെ. ഇങ്ങനെ തന്ന ഈ വലിയ അവസരത്തിനായി ഞാൻ അനീഷ് പാസ്റ്ററോടും ചുമതലപ്പെട്ടവരോടും നന്ദി അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നിന്ന് കർത്താവിന് വേണ്ടി അധ്വാനിക്കാൻ നിങ്ങളാൽ ചെയ്യാവുന്ന ഒരു തലമുറ, എൻ്റെ തലമുറ കഴിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ഒന്നും പറഞ്ഞുകൊണ്ടിട്ട് തന്നെ വിശേഷം ഒക്കാവുന്ന കാലത്ത്, ചെയ്യാവുന്ന കാലത്ത് ചെയ്യാം. ദേശത്തെ ശപിച്ചുകൊണ്ടിരിക്കാതെ നമ്മളെ അനുഗ്രഹിക്കുന്നവരായിരിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. സമയം കഴിച്ചതോടെ നിർത്തുന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിൽ പോയതുപോലെ മടങ്ങി വരും. ഇപ്പൊ ഗലീലയിൽ നിന്ന് മാത്രമല്ല,
ഭൂലോകത്തിൽ അറ്റം പോയി സുവിശേഷം പറയാനാണ്. നമുക്ക് ആൻഡമാൻസായാലും ആഫ്രിക്ക ആയാലും അമേരിക്കയിലെ കോടുകളായാലും എവിടെയായാലും സുവിശേഷം അറിയിപ്പാൻ ദൈവം നമ്മളെ ശക്തീകരിക്കും. കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, അത്ര ശക്തമായിട്ടുള്ള ദൈവവചനമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്ന കർത്താവിന്റെ ദാസന സുവിശേഷത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത. പൗലോസ് പറയുന്നത് പോലെ ആ സുവിശേഷം അറിയിക്കുന്നതിനുള്ള ആ വലിയ തീക്ഷ്ണതയോടുകൂടെ കർത്താവിന്റെ ദാസൻ ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിൽ, അന്നൊക്കെ ആൻ്റെ മനസ്സിൽ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ബന്ധപ്പാട്. ഇന്ന് സുഖമായിട്ട് ഫ്ലൈറ്റിൽ കയറി പോകാം. അന്ന് കപ്പലിൽ 6 ദിവസവും 7 ദിവസവും വലിയ സൗകര്യങ്ങളുണ്ടോ? എന്നാൽ അങ്ങനെയുള്ള സൗകര്യങ്ങളില്ലാത്തടത്ത് ആ സുവിശേഷത്തിന്റെ ആ ആ അന്തസത്ത, അതിൻ്റെ ആ ഉത്സാഹത്തോടുകൂടെ കർത്താവിന്റെ ദാസൻ പോയി. നമ്മൾ കേട്ടല്ലോ, ഗലീല ഒരു അന്ധതമസിൽ കഴിഞ്ഞ, അന്ധകാരത്തിൽ കഴിഞ്ഞ ജനസമൂഹമായിരുന്നു. പ്രത്യാശയില്ലാത്തതായ, ഭാവിയെക്കുറിച്ച് പ്രതീക്ഷകളില്ലാത്തതായ ഒരു ജനം. ആ ജനത്തിന്റെ മധ്യത്തിൽ കർത്താവ് വന്ന് ദൈവസ്നേഹം അവരെ കാണിക്കുകയാണ്, പ്രതീക്ഷകൾ നൽകുകയാണ്. ലോകത്തിൽ അവർ കണ്ടിട്ടില്ലാത്ത ആദ്യത്തെ അത്ഭുത പ്രവൃത്തി തന്നെ കർത്താവ് അവിടെയാണല്ലോ ചെയ്തത്. പിന്നീട് നമ്മൾ കേട്ടു, ആ ജനത്തിന്റെ മധ്യത്തിൽ കർത്താവിന്റെ വേല എന്തായിരുന്നു? ജനത്തിന്റെ മധ്യത്തിൽ കർത്താവ് ഈ ലോകപ്രകാരം ഒരു യഹൂദ റബ്ബി ആയിരുന്നു. നമുക്കറിയാം, ആളുകൾ ഒന്ന് റബ്ബി എന്നൊക്കെയാണ് വിളിക്കുന്നത്. എന്നാൽ ആ ഒരു യഹൂദ റബ്ബിയുടെ ആ ഒരു മാന്യത നമുക്കറിയാം. സാധാരണ ആളുകളോട് സംസാരിക്കത്തില്ല, ചുങ്കക്കാരനോട് പാപികളോട് സംസാരിക്കത്തില്ല, മോശമായ ജീവിതം നയിച്ച സ്ത്രീകളുടെ അടുത്തോട്ട് പോകത്തില്ല. എന്നാൽ കർത്താവ് അവരുടെ കൂടൊക്കെ ചുങ്കക്കാരനും പാപികളുടെ സ്നേഹിതനെന്ന് അധിക്ഷേപിച്ചാണ് കർത്താവിനോട് കുറിച്ച് പറഞ്ഞത്. എന്നാൽ അവരോടൊപ്പം തള്ളപ്പെട്ട ജനസമൂഹത്തിന്റെ മധ്യത്തിൽ, ആർക്കും വേണ്ടാത്തവരുടെ മധ്യത്തിൽ, നമുക്കറിയാം സഖായിയെ ആർക്കും വേണ്ടായിരുന്നു. അബ്രഹാമിന്റെ മോനൊക്കെയാ. പക്ഷേ ആർക്കും വേണ്ടാത്തവരായ ആ സഖായിയുടെ വീട്ടിൽ ചെന്ന് താമസിച്ച തൻ്റെ ജീവിതകാലം മുഴുവൻ തള്ളപ്പെട്ട ജനസമൂഹത്തിനോടൊപ്പം കർത്താവ് ഇരുന്ന് അവരുടെ കൂടെ ചുമ്മാ നടക്കുകയല്ലായിരുന്നു. അവരുടെ എല്ലാം ജീവനിലേക്ക്, അവരുടെ ആ മോശമായ ജീവിതത്തിൽ നിന്ന് അവരെ രൂപാന്തരത്തിലേക്ക് നയിച്ചു. നമുക്കറിയാം, ആ ഗദരദേശത്തെ ആ ഭൂതഗ്രസ്തനെ ആർക്കും അടുക്കാൻ വയ്യാത്തതായ ഭീകരനായ ഒരു മനുഷ്യൻ. എന്നാൽ അവന് കർത്താവിൻ്റെ കാൽ ചുവട്ടിൽ ഒരു കുഞ്ഞാട് പോലെ ഇരിക്കുന്നത് കണ്ട് അവർ അതിശയിച്ചു പോയി എന്നാണ്. അതുകൊണ്ട് ഈ സുവിശേഷം നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുക. കർത്താവ് ചെയ്തതായ ആ ശിഷ്യന്മാരോട് പറഞ്ഞതാ, ഞാൻ ചെയ്ത ഈ പ്രവൃത്തി നിങ്ങൾ തുടരുക, നിങ്ങളാണത് തികയ്ക്കേണ്ടത്. അതുകൊണ്ട് ഇന്ന് നമ്മളെ കർത്താവിന് ശിഷ്യന്മാരെന്നൊക്കെ നമ്മൾ അഭിമാനിക്കുന്നെങ്കിൽ ഈ പ്രവൃത്തി നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. നമ്മുടെ അന്ധകാരത്തിൽ ജീവിക്കുന്ന ജനത്തിനെ ഇന്ന് നമ്മൾ കേട്ടല്ലോ, ട്രാക്ട് കൊടുക്കുന്നതിൻ്റെ നമ്മൾ വിചാരിക്കുകയോ ട്രാക്ട് കൊടുത്ത് ആര് വായിക്കാനാ? എടാ, ചാകാൻ തുടങ്ങുന്നതിനെ, കെട്ടിത്തൂങ്ങി ചാകാൻ തുടങ്ങുന്നവന് ഒരു കൊട്ടി ട്രാക്ട് കണ്ടിട്ട് അവൻ ജീവനിലേക്ക് വരിക. ദൈവത്തിന്റെ വചനം ശക്തിയുള്ളതാ, അത് പാറയെ പൊട്ടിക്കുന്നതാ, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നാത്ത രീതിയിൽ പ്രവൃത്തി ചെയ്യുന്നതാ. കർത്താവ് പറഞ്ഞു, എൻ്റെ വചനം ഞാൻ അയച്ചാൽ അതിന്റെ പ്രവൃത്തി തികച്ചതിന് ശേഷമേ അത് തിരികെ വരികയുള്ളൂ. അതുകൊണ്ട് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന വചനം പൂട്ടി വെച്ചിട്ട് നമ്മളെ ഒന്നും അറിഞ്ഞില്ല എന്ന് മറ്റും നടക്കാനല്ല. ഈ ദിവസങ്ങൾ നശിച്ചു പോകുന്ന ആ യിരെമ്യാ പ്രവചനം പറയുന്ന പോലെ, കർത്താവെ, നശിച്ചു പോകുന്ന ജനത്തിന് വേണ്ടി കരയാൻ എൻ്റെ കണ്ണിനെ ഒരു ജലാശയമാക്കണം. നമുക്ക് ആ ഭാരമുള്ളവരായിട്ട്, നമ്മുടെ ചുറ്റുപാട് ആളുകൾ നശിച്ചു പോകുന്നെങ്കിൽ അവരെ രക്ഷിക്കുന്നതിന്, അവരെ കർത്താവിലേക്ക് നയിക്കുന്നതിന് വേണ്ടി ഈ സുവിശേഷം നമ്മൾ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാതെ അത് കർത്താവ് ചെയ്തതുപോലെ മറ്റുള്ളവരിലേക്ക് പകരുന്നതിന് വേണ്ടി. കർത്താവിൻ്റെ ദാസൻ പറഞ്ഞല്ലോ, ഇന്ന് സുവിശേഷത്തിന് വേണ്ടിയുള്ള ചെറുപ്പക്കാരൊക്കെ ഏതൊക്കെ രീതിയിലാണ് പോകുന്ന, മദ്യവും മയക്കുമരുന്നൊക്കെ അടിച്ച് മനുഷ്യനായിട്ടൊന്നുമല്ല ജീവിക്കുന്നത്. അപ്പനെ കൊല്ലുക, അമ്മയെ കൊല്ലുക, അല്ലെ എന്തോ ചെയ്യുന്നത് അവർക്ക് തന്നെ അറിയുകയല്ല. ഇങ്ങനെയൊക്കെയുള്ള ഈ സമൂഹത്തിൽ നമുക്കൊരു വലിയ പ്രവർത്തനം ചെയ്യാനുണ്ട്. ഈ സുവിശേഷത്തിൻ്റെ ശക്തി ഇതിനെയൊക്കെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ആ സുവിശേഷത്തിൻ്റെ ശക്തിയിൽ നമുക്ക് ജീവിക്കാം. കർത്താവിൻ്റെ ദാസന് കഴിഞ്ഞ 50-ൽ പരം അരനൂറ്റാണ്ടുകൾ സുവിശേഷ വേലയിൽ എത്ര ഭാഗ്യമായിട്ടുള്ളൊരവസ്ഥയാണ്. സുവിശേഷ വേലയിൽ ശക്തിയോടുകൂടെ നിൽക്കുന്നതിന് കർത്താവ് സഹായിച്ചല്ലോ. അവിടെ ആൻഡമാൻസിലെ ഒരു ചർച്ച സ്ഥാപിക്കുന്നതിനും അത് ശക്തമായി മുന്നോട്ട് പോകുന്നല്ലോ. പൗലോസ് പറയുന്ന പോലെ, ഞാൻ കർത്താവിനെ ഏൽപ്പിച്ച് ആ വേല തികയ്ക്കണം എന്ന് എനിക്ക് ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് അന്ത്യാശ്വാസം വലിക്കുമ്പോൾ, നല്ലവനും വിശ്വസനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു എന്നുള്ള കർത്താവിൻ്റെ ഇമ്പ സ്വരം കേൾക്കുന്നതിന് നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. അതുകൊണ്ട് ഈ വചനത്തിന് മുമ്പാകെ നമ്മെ തന്നെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. കർത്താവിൻ്റെ ദാസൻ ഈ ദിവസങ്ങളിൽ വളരെ ശക്തിയോടുകൂടെ തുടർന്നും കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരാകുന്നതിന് സഹായിക്കട്ടെ. ഇപ്പോൾ പുസ്തകങ്ങളൊക്കെ എഴുതി, പല പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചു, ഇപ്പോഴും ഒരു പുസ്തകം എഴുതുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഈ ഈ ജീവിതത്തിൻ്റെ ഓരോ സീസണിൽ കർത്താവ് പുതിയ പുതിയ കാര്യങ്ങൾ നൽകുന്നു.
അങ്ങനെ ആ വാർദ്ധക്യത്തിൽ അവർ ഫലം കായ്ക്കുമെന്ന് പറയുന്ന പോലെ വലിയ ശക്തിയോടുകൂടെ കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കാൻ കർത്താവ് കുടുംബമായിട്ട് കർത്താവിൻ്റെ ദാസനെ തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഷിക്കാഗോ പ്രേയറിൻ്റെ പേരിലുള്ള സ്നേഹം, സന്തോഷം പ്രകാശിപ്പിക്കുന്നു.